ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ നമുക്ക് പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ, സെന്റൻസ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് എ പോട്ട് ഓഫ് ഗോൾഡ്. പോട്ട് എന്നാൽ കുടം. എ പോട്ട് ഓഫ് ഗോൾഡ്, സ്വർണം അടങ്ങിയിട്ടുള്ള ഒരു കുടം. അതാണ് കഥയുടെ തലക്കെട്ട്. ഇൻ ദ ഡെസേർട്ട് ദർ വാസ് എൻ ഒവൈസസ് വേർ എ സ്ട്രേഞ്ച് മാൻ ലിവ്ഡ് വിത്ത് ഹിസ് സൺ അബ്ദുള്ള. ഇൻ ദ ഡെസേർട്ട്, മരുഭൂമിയിൽ. ദർ വാസ് എൻ ഒവൈസസ്. ഒവൈസസ് എന്നാൽ മരുപ്പച്ച എന്നുള്ള അർത്ഥമാണ്. അതായത് മരുഭൂമിയിലുള്ള ജലമുള്ള ഒരു പ്രദേശം. അത്തരത്തിലുള്ള ഒരു പ്രദേശം ഉണ്ടായിരുന്നു. വേർ, അവിടെ. എ സ്ട്രേഞ്ച് മാൻ. സ്ട്രേഞ്ച് മാൻ എന്നാൽ അജ്ഞാതമായ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. അപൂർവമായ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. അതേപോലെ വിദേശീയമായ, അത്തരത്തിലുള്ള ഒരു പുരുഷൻ ലിവ്ഡ്, ജീവിച്ചിരുന്നു. വിത്ത് ഹിസ് സൺ അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അബ്ദുള്ള എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ മകനോടുകൂടെ അദ്ദേഹം മരുഭൂമിയിൽ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒവൈസസ് എന്നുള്ളത് ഇന്ത്യൻ പ്രൊനൗൺസിയേഷൻ, അതുപോലെ ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ, ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഉച്ചാരണങ്ങളാണ്. ഇവിടെ ഒവൈസസ് എന്നുള്ളത് അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണ്. ദിസ് മാൻ ഹാഡ് ഹിഡൻ എ ലാർജ് പോട്ട് ഓഫ് ഗോൾഡ് ഇൻ എ ഹോളോ പാം ട്രീ. ദിസ് മാൻ, ഇദ്ദേഹം, ഹാഡ് ഹിഡൻ, ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് മാൻ ഹാഡ് ഹിഡൻ, ഈ പുരുഷൻ, ഇദ്ദേഹം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എ ലാർജ് പോട്ട്, ലാർജ് എന്നാൽ വലിയ എന്നുള്ള അർത്ഥമാണ്. പോട്ട് എന്നാൽ കുടം, ഒരു വലിയ കുടം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് എ ഗോൾഡ് ഇൻ എ ഹോളോ പാം ട്രീ, അതായത് സ്വർണം അടങ്ങിയിട്ടുള്ള പോട്ട്, കലം ആണ് അദ്ദേഹം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ എ ഹോളോ പാം ട്രീ. പാം ട്രീ എന്നാൽ പനവൃക്ഷം എന്നുള്ള അർത്ഥമാണ്. ഹോളോ എന്നാൽ പൊത്ത്, പോട് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അദ്ദേഹം ഈ പനവൃക്ഷത്തിൻ്റെ ഹോളോ, അതിൻ്റെ പൊത്തിലായിട്ട് ഈ സ്വർണ്ണമടങ്ങിയിട്ടുള്ള ഒരു വലിയ കുടം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദ മാൻ ഗ്രൂ ഓൾഡ് ആൻഡ് വെൻ ഹി ന്യൂ ഹി വാസ് ഡൈയിങ് ഹി കോൾഡ് അബ്ദുള്ള. ദ മാൻ ഗ്രൂ ഓൾഡ്, ഇദ്ദേഹം, ഈ പുരുഷന്, ഗ്രൂ ഓൾഡ് എന്നാൽ പ്രായമായി. ആൻഡ് വെൻ ഹി ന്യൂ, അദ്ദേഹം അറിഞ്ഞ സമയത്ത്, അദ്ദേഹത്തിന് മനസ്സിലായ സമയത്ത്, ഹി വാസ് ഡൈയിങ്, അദ്ദേഹം മരിക്കാൻ പോകുകയാണ്, അതിനോട് അടുത്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായ സമയത്ത്, ഹി കോൾഡ് അബ്ദുള്ള. ഹി കോൾഡ്, അദ്ദേഹം, കോൾഡ്, വിളിച്ചു. അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അബ്ദുള്ളയെ വിളിച്ചു. ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ദ പോട്ട് ഓഫ് ഗോൾഡ്. ആൻഡ് ടോൾഡ്, അങ്ങനെ വിളിച്ചിട്ട്, ടോൾഡ്, പറഞ്ഞു, ഹിം, അദ്ദേഹത്തോട്, മകനോട് പറഞ്ഞു, എബൌട്ട് ദ പോട്ട് ഓഫ് ഗോൾഡ്, ആ സ്വർണം അടങ്ങിയിട്ടുള്ള കുടത്തെ പറ്റിയിട്ട് മകനോട് ഇദ്ദേഹം പറഞ്ഞു. ഹി ഗേവ് അബ്ദുള്ള സീക്രട്ട് ഇൻസ്ട്രക്ഷൻസ് എബൌട്ട് ഹൗ ടു ഫൈൻഡ് ദ കറക്റ്റ് പാം ട്രീ. ഹി ഗേവ്, അദ്ദേഹം നൽകി. അബ്ദുള്ള, ഹി ഗേവ് അബ്ദുള്ള, അദ്ദേഹം അബ്ദുള്ളക്ക്, മകനായിട്ടുള്ള അബ്ദുള്ളക്ക് നൽകി. സീക്രട്ട് ഇൻസ്ട്രക്ഷൻ, രഹസ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി. എബൌട്ട്, അതിനെ സംബന്ധിച്ചിട്ട്. ഹൗ ടു ഫൈൻഡ് ദ കറക്റ്റ് പാം ട്രീ, ശരിയായിട്ടുള്ള ആ കുടം വച്ചിട്ടുള്ള ആ പാം ട്രീ, പനവൃക്ഷം എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത്, അതിനെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അബ്ദുള്ളക്ക് രഹസ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി. ആഫ്റ്റർ ഹിസ് ഫാദർ ഹാഡ് ഡൈഡ് അബ്ദുള്ള വെൻ ടു ലുക്ക് ഫോർ ദ ട്രീ. ആഫ്റ്റർ ഹിസ് ഫാദർ ഹാഡ് ഡൈഡ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു പോയതിന് ശേഷം, അബ്ദുള്ള വെൻറ്റ്, അബ്ദുള്ള പോയി, ടു ലുക്ക്, നോക്കാൻ വേണ്ടിയിട്ട്, ഫോർ ദ ട്രീ, ആ വൃക്ഷം അന്വേഷിച്ച്, ആ വൃക്ഷം തിരയാനായിട്ട് അച്ഛൻ്റെ മരണശേഷം ഇദ്ദേഹം പോയി. ബട്ട് ഹീ കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്. ബട്ട്, പക്ഷേ, ഹീ കുഡിൻറ്റ്, അവന് സാധിച്ചില്ല. ഫൈൻഡ് ഇറ്റ്, അത് കണ്ടെത്താൻ അവന് സാധിച്ചില്ല. കുഡിൻറ്റ് എന്നാൽ സാധിച്ചില്ല. ഫൈൻഡ് ഇറ്റ്, അത് കണ്ടെത്താൻ. ഹീ സാറ്റ് ഡൗൺ എക്സോസ്റ്റഡ് ആൻഡ് വണ്ടേർഡ് വാട്ട് ടു ഡു. ഹീ സാറ്റ് ഡൗൺ, അവൻ ഇരുന്നു. സാറ്റ് എന്നാൽ ഇരുന്നു. ഹീ സാറ്റ് ഡൗൺ, അവൻ താഴെ ഇരുന്നു. എക്സോസ്റ്റ് എന്നാൽ ക്ഷീണിതനായ, തളർന്ന എന്നുള്ള അർത്ഥമാണ്. അവൻ ക്ഷീണം കൊണ്ട് ഇരുന്നു. ആൻഡ് വണ്ടേർഡ്, വണ്ടർ എന്നതിന് അമ്പരക്കുക, ശങ്കിക്കുക, അങ്ങനെയൊക്കെയുള്ള
അർത്ഥമാണ്. ആൻഡ് വണ്ടേർഡ്, അങ്ങനെ അവൻ ശങ്കിച്ചു അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടു. വാട്ട് ടു ഡു, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് അവൻ ആശ്ചര്യപ്പെട്ടു. അബ്ദുള്ള ഹാഡ് എ ഡോങ്കി, അബ്ദുള്ളക്ക് ഒരു കഴുത ഉണ്ടായിരുന്നു. ദ ഡോങ്കി വാസ് വെരി വൈസ് ആൻഡ് ഹി ഹാഡ് ഹേർഡ് ഓൾ ദാറ്റ് ദ ഓൾഡ് മാൻ ഹാഡ് സെഡ്. ദ ഡോങ്കി വാസ് വെരി വൈസ്, ഈ കഴുത, വൈസ് എന്നാൽ അറിവുള്ള, ജ്ഞാനിയായ, വിവേകമുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ ഡോങ്കി, ഈ കഴുത വളരെ വിവേകമുള്ളവനായിരുന്നു, അറിവുള്ളവനായിരുന്നു. ആൻഡ് ഹി ഹാഡ് ഹേർഡ്, അവൻ കേട്ടിട്ടുമുണ്ടായിരുന്നു. ഹി ഹാഡ് ഹേർഡ് എന്നാൽ അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഓൾ ദാറ്റ്, അത് എല്ലാം, ദ ഓൾഡ് മാൻ ഹാഡ് സെഡ്, ആ പ്രായമായിട്ടുള്ള ഈ അബ്ദുള്ളയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം ഈ കഴുത, ഈ വിവേകമുള്ള, അറിവുള്ള കഴുത കേട്ടിട്ടുണ്ടായിരുന്നു. ഹി ന്യൂ അബ്ദുള്ള വാസ് ബീയിങ് വെരി ഫൂളിഷ് ലുക്കിംഗ് ഫോർ ദ ഗോൾഡ് ഇൻ ബ്രോഡ് ഡേ ലൈറ്റ്. ഹി ന്യൂ, അവന് മനസ്സിലായി, ഈ കഴുതക്ക് മനസ്സിലായി. അബ്ദുള്ള വാസ് ബീയിങ് വെരി ഫൂളിഷ് ലുക്കിംഗ്, അബ്ദുള്ള വളരെ വിഡ്ഢിത്തരമായിട്ടുള്ള, ബുദ്ധിശൂന്യമായിട്ടുള്ള, ഫൂളിഷ് എന്നാൽ ബുദ്ധിശൂന്യമായിട്ടുള്ള, മണ്ടത്തരമായ, അങ്ങനെയുള്ള അർത്ഥമാണ്. ബുദ്ധിശൂന്യമായിട്ടുള്ള രീതിയിലായിരുന്നു അബ്ദുള്ള ഫോർ ദ ഗോൾഡ്, ആ സ്വർണം തിരഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻ ബ്രോഡ് ഡേ ലൈറ്റ്, പകൽ സമയത്ത് അബ്ദുള്ള വളരെ വിഡ്ഢിത്തരമായിട്ടുള്ള രീതിയിലായിരുന്നു അത് തിരഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് കഴുതക്ക് മനസ്സിലായി. ഇറ്റ് വുഡ് ബി സീൻ ബൈ റോബേഴ്സ് ഹൂ വുഡ് കിൽ ഹിം ഫോർ ദ ഗോൾഡ്. ഇറ്റ് വുഡ് ബി സീൻ, അത്, ആ സ്വർണമടങ്ങിയ കുടം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇറ്റ് വുഡ് ബി സീൻ, കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ബൈ റോബേഴ്സ്, എന്താണ് റോബേഴ്സ് എന്നാൽ കവർച്ചക്കാർ, കൊള്ളക്കാർ. ഈ കവർച്ചക്കാരാൽ ആ സ്വർണം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് കവർച്ചക്കാർ അത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. ഹു, അവർ, ഇവിടെ അവർ എന്നുള്ള അർത്ഥമാണ്. ഈ കവർച്ചക്കാരെ പറ്റി പറയാനാണ് ഹു എന്നുള്ളത് ഉപയോഗിച്ചത്. ഹു, അവർ, വുഡ് കിൽ, കൊന്നേനെ, ഹിം, അദ്ദേഹത്തെ, ഫോർ ദ ഗോൾഡ്, ആ സ്വർണത്തിന് വേണ്ടിയിട്ട് ഈ അബ്ദുള്ളയെ അവർ കൊള്ളക്കാർ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ കൊന്നേനെ. അബ്ദുള്ള സെഡ് ദ ഡോങ്കി ലെറ്റ്സ് ഗോ ഹോം. അബ്ദുള്ള വിളിക്കുകയാണ്, ഈ കഴുതയാണ് വിളിക്കുന്നത്, അബ്ദുള്ള എന്ന് വിളിക്കുകയാണ്. സെഡ് ദ ഡോങ്കി, കഴുത പറഞ്ഞു. ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് അബ്ദുള്ളയോട് കഴുത പറഞ്ഞു. അബ്ദുള്ള ഡിഡിൻറ്റ് നോ ഹിസ് ഡോങ്കി വാസ് സ്പെഷ്യൽ. അബ്ദുള്ള ഡിഡിൻറ്റ് നോ എന്ന് വായിക്കാം. അബ്ദുള്ള ഡിഡിൻറ്റ് നോ, അബ്ദുള്ളക്ക് അറിയില്ലായിരുന്നു. ഹിസ് ഡോങ്കി, അദ്ദേഹത്തിൻ്റെ കഴുത, വാസ് സ്പെഷ്യൽ എന്നാൽ അസാധാരണമായ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ കഴുത അസാധാരണമായതാണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഹി ലുക്ക്ഡ് അറൗണ്ട് ഹിയറിംഗ് ദ വോയിസ്. അദ്ദേഹം, അബ്ദുള്ള, ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റുപാടും നോക്കി. ഹിയറിംഗ് ദ വോയിസ്, ഈ ശബ്ദം കേട്ടിട്ട്, ഈ കഴുത പറഞ്ഞ ഈ ശബ്ദം കേട്ടിട്ട് ചുറ്റുപാടും നോക്കി. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ കഴുത പറഞ്ഞപ്പോൾ. അങ്ങനെ അദ്ദേഹം ഇത് കേട്ട് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞത് കേട്ട് ചുറ്റുപാടും നോക്കി. ദെൻ ഹി റിയലൈസ്ഡ് ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഹിസ് ഡോങ്കി ഹൂ സ്പോക്ക്. ദെൻ, അങ്ങനെ പിന്നീട്, ഹി റിയലൈസ് എന്നാൽ ബോധ്യമാവുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഹി റിയലൈസ്ഡ്, അദ്ദേഹത്തിന് ബോധ്യമായി. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഹിസ് ഡോങ്കി ഹൂ സ്പോക്ക്, ആ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കഴുതയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അത് കഴുതയായിരിക്കും, അത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ബോധ്യമായി. ഹി സാറ്റപ്പ് ആൻഡ് ഗോട്ട് സർപ്രൈസ്ഡ്. ഹി സാറ്റപ്പ്, സിറ്റപ്പ് എന്നതിൻ്റെ പാസ്റ്റാണ് സാറ്റപ്പ്. സിറ്റപ്പ് എന്നാൽ നിവർന്നിരിക്കുക, ജാഗരൂകനാകുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. പെട്ടെന്ന് താല്പര്യം കാണിക്കുക, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. അങ്ങനെ ഹി സാറ്റപ്പ്, അദ്ദേഹം നിവർന്നിരുന്നു, അതല്ലെങ്കിൽ അദ്ദേഹം ജാഗരൂകനായി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആൻഡ് ഗോട്ട് സർപ്രൈസ്ഡ്, അദ്ദേഹത്തിന് അത്ഭുതം തോന്നി, അദ്ദേഹം ആശ്ചര്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. യു സ്പോക്ക്, ഹി ആസ്ക്ഡ്, ഹൗ ഡിഡ് യു ഡു ദാറ്റ്. യു സ്പോക്ക്, നീ സംസാരിച്ചു അല്ലേ. ഹി ആസ്ക്ഡ്, അദ്ദേഹം കഴുതയോട് ചോദിച്ചു. ഹൗ ഡിഡ് യു ഡു ദാറ്റ്, നീ എങ്ങനെയാണ് അത് ചെയ്തത്, നീ എങ്ങനെയാണ് സംസാരിച്ചത് എന്ന് കഴുതയോട്
ഇദ്ദേഹം അബ്ദുള്ള ചോദിച്ചു. മൈ നെയിം ഈസ് ബഷീർ സെഡ് ദ ഡോങ്കി. മൈ നെയിം ഈസ് ബഷീർ, എൻ്റെ പേര് ബഷീർ എന്നാണ്. സെഡ് ദ ഡോങ്കി, കഴുത പറഞ്ഞു. ഐ വാസ് എ മജീഷ്യൻ ആൻഡ് വെൻ ഐ ഡിസൊബേഡ് എ വിച്ച്. ഐ വാസ് എ മജീഷ്യൻ, ഞാനൊരു മജീഷ്യൻ എന്നാൽ മാന്ത്രികൻ, ഞാനൊരു മാന്ത്രികൻ ആയിരുന്നു. ആൻഡ് വെൻ ഐ ഡിസൊബേഡ് എ വിച്ച്, ഞാനൊരു ഡിസൊബേ എന്നാൽ ധിക്കരിക്കുക, അനുസരിക്കാതിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. വെൻ ഐ ഡിസൊബേഡ്, ഞാൻ ധിക്കരിച്ചപ്പോൾ അല്ലെങ്കിൽ അനുസരിക്കാതിരുന്നപ്പോൾ. എ വിച്ച്, വിച്ച് എന്നാൽ മന്ത്രവാദിനി എന്നുള്ള അർത്ഥമാണ്. ഞാനൊരു മാന്ത്രികനായിരുന്നു, അങ്ങനെ ഞാൻ ഒരു മന്ത്രവാദിനിയെ ധിക്കരിച്ചപ്പോൾ. ഷീ ടേൺ മീ ഇൻ ടു എ ഹെൽപ്ലെസ് ലേസി ഡോങ്കി. ഷീ ടേൺ മീ, ടേൺ എന്നതിന് ഇവിടെ പരിണമിക്കുക, തിരിക്കുക, അതല്ലെങ്കിൽ ആകൃതിപ്പെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവൾ എന്നെ ഷീ ടേൺ മീ, അവൾ എന്നെ ആകൃതിപ്പെടുത്തി. ഇൻ ടു എ ഹെൽപ്ലെസ്, ഒരു ഹെൽപ്ലെസ് എന്നാൽ അശരണനായ, നിസ്സഹായനായ എന്നുള്ള അർത്ഥമാണ്. നിസ്സഹായനായിട്ടുള്ള, ഒരു മടിയനായിട്ടുള്ള ഒരു കഴുതയായിട്ട് എന്നെ മാറ്റി. ഞാൻ ആ മന്ത്രവാദിനിയെ ധിക്കരിച്ച സമയത്ത് അവൾ എന്നെ ഒരു ഇപ്പം പറഞ്ഞ പോലെ ഒരു നിസ്സഹായനായിട്ടുള്ള, മടിയനായിട്ടുള്ള ഒരു കഴുതയായിട്ട് എന്നെ രൂപം മാറ്റി. ക്യാൻ യു ഹെൽപ്പ് മീ ഫൈൻഡ് ദ ഗോൾഡ് ആസ്ക്ഡ് അബ്ദുള്ള. ക്യാൻ യു ഹെൽപ്പ് മീ ഫൈൻഡ് ദ ഗോൾഡ്, സ്വർണം കണ്ടെത്താൻ എന്നെ സഹായിക്കുവാൻ സാധിക്കുമോ? ആസ്ക് അബ്ദുള്ള, അബ്ദുള്ള ചോദിച്ചു, സ്വർണം കണ്ടെത്താൻ എന്നെ സഹായിക്കുമോ എന്ന് കഴുതയോട്. യെസ് ഐ ക്യാൻ ബിക്കോസ് ഐ ക്യാൻ സ്റ്റിൽ ഡു മാജിക് എക്സ്പ്ലെയിൻഡ് ബഷീർ ഇൻ എക്സൈറ്റ്മെൻറ്റ്. യെസ് അതെ, ഐ ക്യാൻ എനിക്ക് സാധിക്കും, ബിക്കോസ് കാരണം, ഐ ക്യാൻ സ്റ്റിൽ ഡു മാജിക് എനിക്ക് ഇപ്പോഴും, ഐ ക്യാൻ സ്റ്റിൽ എനിക്ക് ഇപ്പോഴും സാധിക്കും, ഡു മാജിക് ജാലവിദ്യ ചെയ്യാൻ എനിക്ക് ഇപ്പോഴും സാധിക്കും. എക്സ്പ്ലെയിൻഡ് വിവരിച്ചു. ബഷീർ ഇൻ എക്സൈറ്റ്മെൻറ്റ്, ബഷീർ എന്നു പേരുള്ള ഈ കഴുത വിവരിച്ചു. ഇൻ എക്സൈറ്റ്മെൻറ്റ്, എക്സൈറ്റ്മെൻറ്റ് എന്ന ആവേശം, ആവേശത്തിൽ അത് വിവരിച്ച്, അത് പറഞ്ഞു. സോ ദാറ്റ് നൈറ്റ് അബ്ദുള്ള ആൻഡ് ഹിസ് ഡോങ്കി റിട്ടേൺ ടു ദ ഒവൈസസ്. സോ അങ്ങനെ, ദാറ്റ് നൈറ്റ് അന്ന് രാത്രി, അബ്ദുള്ള ആൻഡ് ഹിസ് ഡോങ്കി അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ കഴുതയും റിട്ടേൺഡ് തിരിച്ചുപോയി. ടു ദ ഒവൈസസ് എന്താണ്, ആ മരുഭൂമിയിലെ ആ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ജലമുള്ള ആ സ്ഥലത്തേക്ക് എന്താണ് അന്ന് ദിവസം രാത്രി അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ കഴുതയും തിരിച്ചുപോയി. ബഷീർ ലുക്ക്ഡ് അറ്റ് ദ ട്രീസ്, ബഷീർ വൃക്ഷങ്ങളിലേക്ക് നോക്കി. ദെൻ ഹീ ടോൾഡ് അബ്ദുള്ള, പിന്നീട് അവൻ ആ കഴുത, ബഷീർ എന്നു പേരുള്ള കഴുത, ടോൾഡ് പറഞ്ഞു, അബ്ദുള്ളയോട് പറഞ്ഞു. ടു പിക്കപ്പ്, പിക്കപ്പ് എന്നാൽ നിലത്ത് നിന്നെടുക്കുക എന്നുള്ള അർത്ഥമാണ്. ടു പിക്കപ്പ് നിലത്ത് നിന്നെടുക്കാൻ. എ റെഡ് സ്റ്റോൺ ഒരു ചുവപ്പ് കല്ല് നിലത്ത് നിന്നെടുക്കാൻ പറഞ്ഞു. ആൻഡ് പുട്ട് ഇറ്റ് അറ്റ് ദ ഫൂട്ട് ഓഫ് വൺ ഓഫ് ദ പാം ട്രീസ്. ആൻഡ് എന്നിട്ട് നിലത്ത് നിന്ന് എടുത്തിട്ട്, പുട്ട് ഇറ്റ് അറ്റ് ദ ഫൂട്ട് ഓഫ് വൺ ഓഫ് ദ പാം ട്രീസ്. വൺ ഓഫ് ദ പാം ട്രീസ് എന്നാൽ പാം ട്രീസ്, ഈ മരങ്ങളിൽ ഒരു മരത്തിൻ്റെ, ഫൂട്ട് എന്നാൽ ചുവട്, അപ്പോൾ ചുവട്ടിലായിട്ട് ഈ മരങ്ങളുടെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ, ഈ മരങ്ങളിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ആ ചുവന്ന കല്ല് വയ്ക്കാൻ പറഞ്ഞു. അബ്ദുള്ള ഡിഡ് ദാറ്റ് ആൻഡ് ദെൻ ബഷീർ റബ്ഡ് ഹിസ് നോസ് അഗെയിൻസ്റ്റ് ദ ട്രങ്ക്. അബ്ദുള്ള ഡിഡ് ദാറ്റ്, അബ്ദുള്ള അത് ചെയ്തു, ആ ഒരു കല്ലെടുത്തിട്ട് പാമരങ്ങളിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വച്ചു. ആൻഡ് ദെൻ എന്നിട്ട് ബഷീർ റബ്ഡ്, റബ് എന്നാൽ ഉരസുക, ബഷീർ റബ്ഡ്, ബഷീർ ഉരസി, ഈ കഴുത, ബഷീർ എന്നു പേരുള്ള കഴുത ഉരസി. ഹിസ് നോസ് അവൻ്റെ മൂക്ക്. എഗെയിൻസ്റ്റ് ദ ട്രങ്ക്, ട്രങ്ക് എന്നാൽ മരത്തിൻ്റെ മുരട് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. മരത്തിൻ്റെ മുരടിന് എതിരായിട്ട് അവൻ്റെ, ആ കഴുതയുടെ മൂക്ക് അവൻ ഉരസി. ആൻഡ് വിസ്പേർഡ് സംതിങ്, വിസ്പർ എന്നാൽ മന്ത്രിക്കുക എന്നുള്ള അർത്ഥമാണ്. ആൻഡ് വിസ്പേർഡ് സംതിങ് എന്നിട്ട് എന്തോ ഒന്ന് മന്ത്രിച്ചു. എ സ്ലിറ്റ് അപ്പിയേർഡ് ഇൻ ദ ട്രങ്ക്,
എ സ്ലിറ്റ്. സ്ലിറ്റ് എന്നാൽ കീറ്, വിള്ളൽ, വിടവ് ഇങ്ങനെയുള്ള അർത്ഥമാണ്. എ സ്ലിറ്റ് ഒരു വിടവ്. അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു. ഇൻ ദ ട്രങ്ക് മരത്തിൻ്റെ മുരടിലായിട്ട് ഒരു പിളർപ്പ്, വിടവ് പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് സൂൺ അബ്ദുള്ള സോ ദ ഹോളോ വിത്ത് ദ പോട്ട് ഓഫ് ഗോൾഡ്. ആൻഡ് സൂൺ അങ്ങനെ സൂൺ പെട്ടെന്ന് അബ്ദുള്ള കണ്ടു. ദ ഹോളോ എന്നാൽ പൊത്ത്, ഒരു പൊത്ത് കണ്ടു. വിത്ത് ദ പോട്ട് ഓഫ് ഗോൾഡ് സ്വർണ്ണമടങ്ങിയ എന്താണ് കുടമുള്ള ഒരു പൊത്ത് അബ്ദുള്ള കണ്ടു. ഹീ ടുക്ക് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ സാക്ക് ഓൺ ബഷീർസ് ബാഗ്. ദേ വെന്റ് ബാക്ക് ഹോം. ഹീ ടുക്ക് ഇറ്റ്. അദ്ദേഹം, ഈ അബ്ദുള്ള ടുക്ക് എടുത്തു. ഇറ്റ് അത്, ആ എന്താണ് കുടം, സ്വർണം അടങ്ങിയ കുടം എടുത്തു. ആൻഡ് എന്നിട്ട് പുട്ട് ഇറ്റ് ഇൻ ദ സാക്ക് ഓൺ ബഷീർസ് ബാഗ്. ബഷീറിൻ്റെ ആ കഴുതയുടെ മുതുകിലുണ്ടായിരുന്ന സാക്ക് എന്നാൽ സഞ്ചി, ചാക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതിലേക്ക് പുട്ട് ഇട്ടു. ദേ വെൻ ബാക്ക് ഹോം. അവർ തിരിച്ചുപോയി. വെൻ ബാക്ക് എന്ന തിരിച്ചുപോയി. ഹോം വീട്ടിലേക്ക് അവർ തിരിച്ചുപോയി. പീപ്പിൾ ബിഗാൻ ടു നോട്ടീസ് ദാറ്റ് അബ്ദുള്ള വാസ് വെയറിങ് ഫൈൻ ക്ലോത്ത്സ്. പീപ്പിൾ ആളുകൾ, ബിഗാൻ ആരംഭിച്ചു, ടു നോട്ടീസ് ആളുകൾ ശ്രദ്ധിക്കാൻ ആരംഭിച്ചു, ദാറ്റ് അത്, അബ്ദുള്ള വാസ് വെയറിങ് ഫൈൻ ക്ലോത്ത്സ്. ഫൈൻ ക്ലോത്ത്സ് എന്നാൽ നല്ല വസ്ത്രങ്ങൾ അബ്ദുള്ള ധരിക്കുന്നത് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൻഡ് ഹീ ഹാഡ് ഡൺ അപ്പ് ഹിസ് ഹൗസ്. അദ്ദേഹത്തിൻ്റെ വീട് അലങ്കരിച്ചിട്ടുമുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതും ആളുകൾ ശ്രദ്ധിക്കാൻ ആരംഭിച്ചു. ഹീ ഹാഡ് സെറ്റപ്പ് എ ഷോപ്പ് ഇൻ ദ മാർക്കറ്റ് ടു സെൽ ഹിസ് വെയേഴ്സ്. ഹീ ഹാഡ് സെറ്റപ്പ് എന്നാൽ സ്ഥാപിക്കുക എന്നുള്ള അർത്ഥമാണ്. ഹീ ഹാഡ് സെറ്റപ്പ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എ ഷോപ്പ് ഒരു കട. ഇൻ ദ മാർക്കറ്റിൽ അദ്ദേഹം ഒരു കട സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ടു സെൽ വിൽക്കാൻ വേണ്ടിയിട്ട്. ഹിസ് വെയേഴ്സ് എന്നാൽ ചരക്കുകൾ, വ്യാപാര ചരക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ വ്യാപാര ചരക്കുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മാർക്കറ്റിൽ ഒരു കട സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഹിസ് നെയ്ബേഴ്സ് ബിഗാൻ ടു ബി ജലസ് ഓഫ് ഹിം. ഹിസ് നെയ്ബേഴ്സ് അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ ബിഗാൻ ആരംഭിച്ചു, ടു ബി ജലസ് ഓഫ് ഹിം. ജലസ് എന്നാൽ അസൂയ എന്നൊക്കെയുള്ള അർത്ഥം. അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ അദ്ദേഹത്തോട് അസൂയ ഉള്ളവരാകാനായിട്ട് ആരംഭിച്ചു. അസൂയാലുക്കളായി അദ്ദേഹത്തോട്. വൺ ഡേ 2 men വിത്ത് മാസ്ക് ഫേസസ് എൻറ്റേർഡ് ഹിസ് ഹൗസ്. വൺ ഡേ ഒരു ദിവസം, 2 men 2 പുരുഷന്മാർ, വിത്ത് മാസ്ക് ഫേസസ് എന്നാൽ മുഖം മറച്ചിട്ടുള്ള മുഖങ്ങളുമായിട്ട്, മുഖം മറച്ച എന്നുള്ള അർത്ഥമാണ് മാസ്ക് ഫേസസ് മുഖങ്ങൾ മറച്ചിട്ടുള്ള 2 പുരുഷന്മാർ. എൻറ്റേർഡ് എന്നാൽ പ്രവേശിക്കുക. എൻറ്റേർഡ് പ്രവേശിച്ചു. ഹിസ് ഹൗസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം മുഖം മൂടിയിട്ടുള്ള 2 പുരുഷന്മാർ പ്രവേശിച്ചു. ടു സ്റ്റീൽ സം ഓഫ് ഹിസ് വെൽത്ത്. ടു സ്റ്റീൽ മോഷ്ടിക്കാൻ വേണ്ടി. സം ഓഫ് ഹിസ് വെൽത്ത് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ ചിലത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ മുഖം മറച്ചിട്ടുള്ള 2 പുരുഷന്മാർ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. ബഷീർ സോദം ആൻഡ് ബ്രെയ്ഡ് ലൗഡ്ലി. ബഷീർ അവരെ കണ്ടു. ആൻഡ് ബ്രെയ് എന്നാൽ കൈത കരയുക, അതിൽ കരയുക ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ കഴുതയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ ബഷീർ എന്നു പേരുള്ള ഈ കഴുത ഇവരെ കണ്ടു. അങ്ങനെ ഈ കഴുത ഉച്ചത്തിൽ കരഞ്ഞു. അബ്ദുള്ള വോക്കപ്പ് ആൻഡ് ദേ റാൻ അവേ. ദിസ് ഹാപ്പൻഡ് അഗെയിൻ. അബ്ദുള്ള വോക്കപ്പ്. വെയ്ക്കപ്പ് എന്നതിൻ്റെ പാസ്റ്റാണ് വോക്കപ്പ്. അബ്ദുള്ള ഉണർന്നു. ആൻഡ് ദേ റാൻ അവേ അവർ ഓടി രക്ഷപ്പെട്ടു. റാൻ അവേ എന്നാൽ ഓടിപ്പോയി, ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള അർത്ഥമാണ്. ദിസ് ഹാപ്പൻഡ് അഗെയിൻ ഇത് വീണ്ടും സംഭവിച്ചു. അബ്ദുള്ള ഡിസൈഡഡ് ടു ഷിഫ്റ്റ് ടു അനദർ ഒവൈസസ് ഫോർ സേഫ്റ്റി. അബ്ദുള്ള തീരുമാനിച്ചു. ടു ഷിഫ്റ്റ്
ഷിഫ്റ്റ് എന്നാൽ സ്ഥാനം മാറുക, സ്ഥലം മാറുക എന്നുള്ള അർത്ഥമാണ്. അബ്ദുള്ള ഡിസൈഡഡ് തീരുമാനിച്ചു. ടു ഷിഫ്റ്റ് സ്ഥലം മാറാൻ തീരുമാനിച്ചു. ടു അനദർ ഒവൈസസ്. അനദർ എന്നാൽ മറ്റൊരു, ഒവൈസസ് എന്നാൽ ഇവിടെ ക്ലേശത്തിനിടയിൽ ആശ്വാസം നൽകുന്ന സ്ഥലം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം മറ്റൊരു നല്ല ഒരു സ്ഥലത്തേക്ക്, ഫോർ സേഫ്റ്റി, സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ മറ്റൊരു ഇടത്തേക്ക് അബ്ദുള്ള സ്ഥലം മാറിപ്പോകാനായിട്ട് തീരുമാനിച്ചു. ഹി ടുക്ക് ബഷീർ വിത്ത് ഹിം സേയിങ്, ബഷീർ യു ആർ ദ റിയൽ ഗോൾഡ് ഐ ഫൗണ്ട്. ഹി ടുക്ക് അദ്ദേഹം, ഈ അബ്ദുള്ള ടുക്ക് കൊണ്ടുപോയി, ബഷീർ വിത്ത് ഹിം ബഷീർ ഈ പേരുള്ള കൈതയെയും അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോയി. സേയിങ് പറയുന്നു, ബഷീർ യു ആർ ദ റിയൽ ഗോൾഡ് ഐ ഫൗണ്ട്, ഞാൻ കണ്ടെത്തിയ ഏറ്റവും യഥാർത്ഥത്തിലുള്ള ഗോൾഡ് എന്നതിന് ഇവിടെ ധനം, സ്വർണം ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം, സമ്പത്ത് ഇതൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്താണ്, ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല ശരിയായിട്ടുള്ള ധനം അല്ലെങ്കിൽ സമ്പത്ത് നീയാണ് എന്ന് ഈ കൈതയോട് ഇദ്ദേഹം പറഞ്ഞു. ഐ ക്യാൻ ഏൺ ഇനഫ് മണി ഫോർ ദ ടു ഓഫ് us. ഐ ക്യാൻ ഏൺ എനിക്ക് സമ്പാദിക്കാൻ സാധിക്കും, ഇനഫ് മണി ധാരാളം പണം, ഫോർ ടു ഓഫ് us നമുക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ട് ധാരാളം പണം സമ്പാദിക്കാൻ എനിക്ക് സാധിക്കും. ഇദ്ദേഹം ഈ ബഷീർ എന്ന പേരുള്ള കൈതയോട് പറഞ്ഞു. ബട്ട് ഐ വിൽ നെവർ ഫൈൻഡ് അനദർ ഫ്രണ്ട് ലൈക്ക് യു. ബട്ട് പക്ഷേ, ഐ വിൽ നെവർ ഫൈൻഡ് ഞാൻ ഒരിക്കലും കണ്ടെത്തുകയില്ല, ഐ വിൽ നെവർ ഫൈൻഡ് ഞാൻ ഒരിക്കലും കണ്ടെത്തുകയില്ല, അനദർ ഫ്രണ്ട് മറ്റൊരു സുഹൃത്തിനെ, ലൈക്ക് യു നിന്നെ പോലോത്ത, പക്ഷെ ഒരിക്കലും നിന്നെ പോലോത്ത ഒരു സുഹൃത്തിനെ എനിക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് ഇദ്ദേഹം ഈ കൈതയോട് പറഞ്ഞു.